ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരിങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? അവസാനം ഇവരൊരു കാര്യം തീരുമാനിക്കുകയാണ്, കാലൊടിച്ച് പുറത്തെടുത്താലോ, നല്ലത് വേറെ വഴിയില്ല, അത് തീരുമാനിക്കുകയാണ് ഇവർ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുഹാ ദുരന്തത്തെ പറ്റിയിട്ടാണ്. നമ്മൾ മലയാളത്തിലൊരു വാക്ക് പറയാറുണ്ട്, ശ്വാസം അടക്കി പിടിക്കാതെ നിനക്ക് ആ സിനിമ കണ്ടു തീർക്കാൻ കഴിയില്ല, അത് കേട്ടിരിക്കാൻ കഴിയില്ല എന്നൊക്കെ അല്ലേ. എങ്കിൽ തീർത്തും, അതായത് ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു റിയൽ സ്റ്റോറി വായിക്കുമ്പോൾ ആ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുവാണല്ലോ, ഓരോ നിമിഷം കഴിയുന്തോറും നമ്മളുടെ നെഞ്ചിടിപ്പ് കൂടി വരുന്നൊരവസ്ഥയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, തള്ളല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് അമേരിക്കയിലെ സാൾട്ട് ലേക്ക് സിറ്റിയിലുള്ള ഉട്ടാ മരുഭൂമിയിലെ ഒരു ഗുഹയിലാണ്. ആ ഗുഹയുടെ പേരാണ് നട്ടി പുട്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് നട്ടി പുട്ടി കേവ് ട്രാജഡി എന്നുള്ളതാണ്. ഇത് നടക്കുന്നതാകട്ടെ 2009 അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കേൾക്കാൻ തയ്യാറായിക്കൊള്ളുക. വെക്കേഷൻ സമയങ്ങളിൽ നമ്മൾ കുടുംബക്കാർ തറവാട്ട് വീട്ടിൽ ഒത്തുകൂടുകയും അതോടൊപ്പം കസിൻസ്, അതായത് ഒരു ചെറുപ്പക്കാരും പിള്ളേരൊക്കെ കൂടി ചേർന്ന് എന്തെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും സൈക്കിൾ എടുത്ത് പോകുക, അല്ലെങ്കിൽ അടുത്തുള്ള കുന്നിൽ വലിഞ്ഞു കയറുക, മരത്തിൻ്റെ മുകളിലേക്ക് കയറുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മളും ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെയായിരുന്നു ജോൺ ജോൺസും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 26 വയസ്സുള്ള വ്യക്തിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയയിൽ മെഡിസിൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു വയസ്സുള്ള കുട്ടിയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണ്ടും പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ലീവിന് വന്നതാണ്. അവിടെ ഗ്രാജുവേഷനൊക്കെ ആകാറായി. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ലീവിനായിരുന്നു അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തുകൂടുന്ന വഴിക്ക് അദ്ദേഹം തീരുമാനിക്കുകയാണ്, നമുക്ക് കേവിങ് ചെയ്താലോ എന്ന്. എന്താണ് കേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഹയുടെ അകത്തേക്ക് കയറി പോകുന്ന ഒരു കായിക വിനോദം എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലേ. പക്ഷെ നമ്മളുടെ മനസ്സിലുള്ള വലിയ തുരങ്കം പോലുള്ള ഗുഹകളല്ല. അതായത് ചെറിയൊരു PVC പൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ റോഡ് പണിക്കൊക്കെ ഇടുന്നതല്ലേ. അപ്പോൾ അതിനേക്കാളും ഇടുങ്ങിയ ചെറിയൊരു പൈപ്പിലൂടെ നമ്മൾ ഇങ്ങനെ ഞെരിഞ്ഞ് വലിഞ്ഞ് കയറി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെയുള്ള ഗുഹകളിലാണ് ഇവിടെ കേവിങ് നടത്തുക. അപ്പോൾ ജോൺ ജോൺസ് എന്ന് പറയുന്നത് തൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പലതരത്തിലുള്ള കേവുകളിലും ഇതുപോലെ കേവിങ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ അദ്ദേഹം ഈ മെഡിക്കൽ പ്രൊഫഷനും മെഡിക്കൽ സ്റ്റഡിയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നാളായിട്ട് അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാൻ സമയമില്ല. അദ്ദേഹം പഠനവും ബാക്കി ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ഒത്തുകൂടിയതല്ലേ, നമുക്ക് കേവിങ് ചെയ്താലോ എന്ന് നമ്മളും കസിൻസ് എല്ലാം കൂടുമ്പോൾ നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റി തീരുമാനിക്കുന്ന പോലെ തന്നെ ഈ ജോൺസ് കുടുംബവും തീരുമാനിക്കുകയാണ്. അവരെന്ന് കേവിങ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഉട്ടാ മരുഭൂമിയിലെ നട്ടി പുട്ടി കേവിലായിരുന്നു. ജോൺ ജോൺസ് തന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ഗുഹകളിൽ കേവിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ നട്ടി പുട്ടിയിലേക്ക് ഇതിനു മുമ്പ് അദ്ദേഹം പോയിട്ടില്ലായിരുന്നു. അതായത് ആദ്യമായിട്ടാണ് ഈ ഗുഹകളിൽ കേവിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവരെ ആരും പോകാത്ത ഗുഹയാണ്. അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ കേവിങ് നടത്തുന്ന ഒരു ഗുഹ തന്നെയാണ് നട്ടി പുട്ടി ഗുഹ എന്നുള്ളത്. അതിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും മാപ്ഡ് ആണ്. അവിടെ എത്ര വ്യാസമാണുള്ളത്, എത്ര ഡയമീറ്റർ ഒക്കെയാണുള്ളതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പല സ്ഥലങ്ങളും മാപ്ഡ് ആണെങ്കിലും നല്ലൊരു ശതമാനം സ്ഥലങ്ങൾ മാപ്പ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നുണ്ട്. കാരണം അങ്ങോട്ട് ആർക്കും പോകാൻ കഴിയില്ല. അവിടെ എന്താണെന്ന് ആർക്കും അറിയില്ല. ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റുന്നൊന്നുമില്ല, കാരണം അത്രത്തോളം ഇടുങ്ങിയതാണ്. അപ്പോൾ കേവിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൂടെ ഞെരിഞ്ഞ് മുമ്പോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയെന്ന് കൂടി ആലോചിക്കുക. ഈ നട്ടിപുട്ടി കേവിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടുങ്ങിയ ഒരു വഴിയാണ്. അതായത് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് മേൽപോട്ടായിരിക്കും കയറ്റം വരുന്നത്. അപ്പോൾ മേപ്പോട്ട് വരിഞ്ഞ ഗ്യാപ്പിലൂടെ ഞെരിഞ്ഞമർന്ന് മുകളിലോട്ട് കയറി പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു മെയ്സ് റൂം വരുന്നുണ്ട്. മെയ്സ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കണക്ഷനായിട്ട് വേറെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലൈഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് 45 ഡിഗ്രിയിൽ താഴത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ കൈയുടെ പവർ ഉപയോഗിച്ച് സൈഡിലൊക്കെ ഇങ്ങനെ കൊളുത്തി വേണം താഴത്തോട്ട് ഇറങ്ങാൻ. അതായത് പിടിക്കാൻ സ്ഥലമില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ അത്രത്തോളം ഇടുങ്ങിയതും അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗുഹയാണ് നട്ടി പട്ടി എന്നുള്ളത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ, അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ ശരീരപ്രകൃതിയാണുള്ളത്. വണ്ണമുള്ള വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് കുടുങ്ങി പോകുമല്ലേ. വണ്ണം മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ വണ്ണം ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ കൂടിയിട്ട് ഈ വലിയ പാറകൾ, അതായത് ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോഴേക്കും ഇങ്ങനെ പോകുമല്ലേ. അപ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനത്തെ ഒരു പാറ ഇവിടെ പൊന്തി നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ താഴത്തായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. അവിടെ കൂടെ നമ്മൾ ആദ്യം കാലുകൾ വളയ്ക്കുക, പിന്നെ നമ്മുടെ ഇടുപ്പ് വളയ്ക്കുക, നമ്മളുടെ ഷോൾഡർ വളയ്ക്കുക, അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ആ ഒരു വലിയ പാറകൾ ചിലപ്പോൾ മേളിലായിരിക്കാം, താഴത്തായിരിക്കാം, അത് തിരിഞ്ഞ് മറിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ വണ്ണം മാത്രമല്ല, ഇവൻ വണ്ണമില്ലാത്ത ഒരു കൊച്ചുകുട്ടി പോയാൽ കൂടെ ഈ ഒരു ശരീരം വളച്ച് അതിൻ്റെ അകത്തുകൂടെ കയറാനുള്ള ഒരു എക്സ്പീരിയൻസും അവർ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ ആൾക്കാർ സ്റ്റക്കായി പോകുന്നൊരു
കാര്യം അവിടെ പതിവായിരുന്നു. അവർക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരുന്നു, പുറത്തുനിന്ന് പുള്ളി സിസ്റ്റം ഉപയോഗിച്ച് അവരെ പുറത്തേക്ക് എടുക്കുന്ന പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അതോറിറ്റി പുതിയൊരു പെർമിറ്റ് നിയമം അവിടെ കൊണ്ടുവരികയാണ്. അതായത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്ന് കേവിംഗ് നടത്തിക്കോളൂ, പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും കുറഞ്ഞത് 2 എക്സ്പീരിയൻസ്ഡ് കേവേഴ്സ്, അതായത് കേവിംഗ് നേരത്തെ ചെയ്തിട്ടുള്ള 2 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർമിറ്റ് തരൂ. ആ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നട്ടിപ്പുട്ടിയിൽ കേവിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജോൺ ജോൺസും തന്റെ അനിയൻ ജോഷ് ജോൺസിനും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ അവർ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കേവിംഗ് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ പേരിൽ പെർമിറ്റ് കിട്ടിയാണ്. ഇവർ ടോട്ടൽ 11 പേരാണ് പോകുന്നത്. അപ്പോൾ കസിൻസ് ഉണ്ട്, ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, കുറെ പേരുണ്ട്. മൊത്തം കൂടെ 11 പേരാണ് അതിലുള്ളത്. അപ്പോൾ ഇവർ ആ ദിവസം എന്ന് പറഞ്ഞാൽ 2009 നവംബർ 24 തീയതി ജോണും സഹോദരൻ ജോഷും ബാക്കി 9 പേരും കൂടെ നട്ടിപ്പുട്ടിയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ജോൺ തന്റെ ഭാര്യ വീട്ടിലുണ്ട്. ഭാര്യയുടെ വൈകിട്ടാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭാര്യയുടെ പേര് എമിലി എന്നാണ്. എമിലി പ്രഗ്നന്റ് ആണ്, ഒരു കുട്ടി കൂടെ ഉണ്ട്, ഒരു 1 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇവർ തിരിക്കുകയാണ്. അവിടെ 11 മണിക്ക് ഉച്ചയോട് 11 മണിക്ക് കൂടിയിട്ടാണ് ഇവർ ആ ഗുഹാമുഖത്ത് എത്തുന്നത്. അങ്ങനെ ഇവർ കേവിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, കേവിംഗ് ആരംഭിക്കുകയാണ്. ഈ നട്ടിപ്പുട്ടി ഗുഹയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇടനാഴിയാണ് ബെർത്ത് കനാൽ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ ബെർത്ത് കനാലിൽ ഒരുപാട് ആൾക്കാർ സ്റ്റക്കായി പോയിട്ടുള്ള കഥകളൊക്കെ സ്ഥിരം ഈ ജോൺ കേട്ടിട്ടുണ്ട്. പക്ഷേ ബെർത്ത് കനാലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് വലിയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇവർക്ക് സുഖമായിട്ട് മറിഞ്ഞ് റൗണ്ട് എടുത്തിട്ട് തിരികെ കയറാൻ പറ്റും. അപ്പോൾ ബെർത്ത് കനാലിൻ്റെ അകത്ത് സ്റ്റക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടം ഇല്ല എന്നറിയാം. അപ്പോൾ വളരെ കുപ്രസിദ്ധമാണല്ലോ ബെർത്ത് കനാൽ. അതിൻ്റെ അകത്ത് എന്താണ് എന്നറിയാനൊരു ത്വര ഇവർക്കുണ്ട്. അപ്പോൾ എങ്ങാനും സ്റ്റക്കായി കഴിഞ്ഞാലും പുഷ് ചെയ്ത് അറ്റത്തെത്താമെന്ന് ഇവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ജോണും തൻ്റെ സഹോദരൻ ജോഷും അതോടൊപ്പം 2 സുഹൃത്തുക്കൾ കൂടെ ചേർന്ന് ഈ ഒരു ബെർത്ത് കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മറ്റ് 7 പേര് വേറെ ഭാഗങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഇത് വലിയൊരു ഇടനാഴികളാണ് ഈ ഗുഹയെ കിടക്കുന്നത്. പക്ഷേ ഇവർക്ക് സംഭവിച്ചൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു എൻട്രൻസ് കവാടത്തിൽ നിന്ന് എഴഞ്ഞെഴഞ്ഞ് മുമ്പോട്ട് പോയ ശേഷം, അതായത് ആ കേവിംഗ് ചെയ്ത് മുമ്പോട്ട് പോയ ശേഷം വലത്തോട്ടുള്ള ആ ഒരു ഇടനാഴി, ആ ഒരു ഗുഹ ചെറിയൊരു കനാലാണ്. ഗുഹയെ എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിൻ്റെ വീഡിയോ ഫുട്ടേജ് കാണുമ്പോഴേക്കും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് കാര്യം വരും. വലത്തോട്ടുള്ള ആ ഒരു പാസേജ് ആയിരുന്നു ബെർത്ത് കനാൽ എന്നുള്ളത്. പക്ഷേ ഇവർക്കറിയില്ല, ഇവർ മാപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ടുമില്ല. ബെർത്ത് കനാൽ മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളതും കൂടിയാണ്. പക്ഷെ ഇവരെടുത്തിട്ടുള്ളതാകട്ടെ ലെഫ്റ്റിലോട്ടുള്ള അധികം ആരും സഞ്ചരിക്കാത്ത ഒരു പാതയായിരുന്നു. ഇവരങ്ങനെ ആ ഒരു പാതയിലൂടെ, അതായത് ജോണാണ് ഏറ്റവും മുമ്പിൽ പോകുന്നത്, ആ പാതയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട്, അതായത് മുമ്പോട്ട് പോകുക എന്ന് പറയും, നടന്നു പോകുകയല്ല, കിടന്ന് എഴഞ്ഞെഴഞ്ഞ് പോവുകയാണ്. എഴഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടുങ്ങിയ ആ ഒരു പാസേജിലൂടെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ശരീരത്തെ അപ്പാടെ ഞെരിച്ചുകൊണ്ട് മുമ്പോട്ട് അത്രത്തോളം ശ്വാസം പോലും ചിലപ്പോൾ കിട്ടില്ല. കാരണം ഈ ലങ്സൊക്കെ പാറയെ തട്ടി ഇങ്ങനെ ഞെരുങ്ങും. അതോടൊപ്പം മൊത്തം ശരീരത്ത് മൊത്തം ഈ കല്ലിൻ്റെ ഇതായിരിക്കും, പിടിയായിരിക്കും, ചുറ്റുമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞെരിഞ്ഞു പോകുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അവിടെയൊക്കെ സാധാരണ ഒരു പാസേജ് ആണെങ്കിൽ പുഷ് ചെയ്താൽ മതി. പക്ഷെ വലിയ പാറകൾ വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്. ആ ഒരു പാറയുടെ മുകളിൽ കൂടെ, ആ ഒരു വളവിൻ്റെ മുകളിൽ കൂടെ ശരീരം പല രീതിയിൽ വളച്ചും തിരിച്ചും ഒക്കെ വേണം അപ്പുറത്തിയല്ലാൻ. എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ അവിടെ ഉടക്കി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു പ്രദേശമാണ്. അങ്ങനെ പല രീതിയിൽ ഇവർ പോവുകയാണ്. ഒരു 15 അടി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. 15 അടി അത്യാവശ്യം പോകാൻ പറ്റുന്ന ഒരു ദൂരമായിരുന്നു. അതിനുശേഷമുള്ള 10 അടി എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒന്നായിരുന്നു. അവിടെയാണ് ഈ വളവുകളും തിരിവുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും വലിയൊരു പാറ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കാണാം. അപ്പോൾ ഈ പാറയുടെ ചുറ്റും മറിഞ്ഞ ശേഷം മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രദേശത്തെ വിളിക്കുന്നതാണ് കോർക്ക് സ്ക്രൂ എന്നുള്ളത്. അപ്പോൾ ജോൺ നേരത്തെ കേട്ടിട്ടുണ്ട്, ഒരു 5 അടിയോളം ദൂരം 90 ഡിഗ്രി ആംഗിളിലാണ് കിടക്കുന്നത്. കോർക്ക് സ്ക്രൂ കഴിഞ്ഞ് ഈ ഒരു ആംഗിളിന്റെ അവിടെ വരുമ്പോഴാണ് എല്ലാവരും ശരീരം തിരിച്ചുകൊണ്ട് വീണ്ടും തിരികെ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശം അത്രത്തോളം ഇടുങ്ങിയതാണ്. അത്രത്തോളം ഇടുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് 2004 ഒരു 16 വയസ്സുകാരൻ പയ്യൻ, അവന്റെ ഉയരം 5 അടി 7 ഇഞ്ചും അവന്റെ ഭാരം 63 കിലോ ആയിരുന്നു. 63 കിലോ എന്ന് പറയുമ്പോൾ സ്ലിം ആണ്. പക്ഷെ ആ പയ്യൻ ഈ കോർക്ക് സ്ക്രൂ റീജിയനിൽ കുടുങ്ങിപ്പോവുകയാണ്. അവന് തിരിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോർക്ക് സ്ക്രൂ കഴിഞ്ഞിട്ട് വരുന്നൊരു പ്രദേശത്താണ് ഈ ഒരു കേവേഴ്സ്, ഈ ഗുഹ എക്സ്പെൻഡിഷൻ ചെയ്യുന്നവർ തിരിഞ്ഞിട്ട് തിരികെ പോകുന്നത് അല്ലേ. പക്ഷെ ആ പയ്യൻ അവിടെ കുടുങ്ങിപ്പോവുകയും അവന് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വന്നു അവിടുന്ന് തിരികെ പോകാനായിട്ട്. അതും മണിക്കൂറുകളോളം നീണ്ട ഒരു ദൗത്യമായിരുന്നു ഈ 16 വയസ്സുകാരൻ പയ്യനെ പുറത്തെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പയ്യന്റെ ഭാരം 63 കിലോയാണ്. ഉയരം എന്ന് പറയുന്നത് 5 അടി 7 ഇഞ്ചാണല്ലേ. പക്ഷെ ജോണിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ജോണിന്റെ ഉയരം 6 അടിയാണ്. ജോണിന്റെ ഭാരം എത്രയാണെന്നറിയാമോ? അതായത് കുറെ ആൾ ഫിസിക്കൽ വർക്കൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ജോണിന്റെ ഭാരം 90 കിലോയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കാം, അത്യാവശ്യം
വണ്ണമുള്ള മനുഷ്യനാണ്. അപ്പോൾ ജോണിന് കൃത്യമായിട്ട് അറിയായിരുന്നു ആ ഒരു പയ്യൻ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പ്രദേശത്ത് വെച്ച്, അതായത് കോർക്ക് സ്ക്രൂ പ്രദേശം കഴിഞ്ഞ് വരുന്ന എല്ലാ കേവേഴ്സും അവിടെ കറങ്ങിയിട്ട് തിരികെ പോകാൻ ഉപയോഗിക്കുന്ന 12 ഇഞ്ച് മാത്രമാണ് അതിന്റെ വ്യാസം എന്ന് ഓർക്കുക. ആ ഒരു പ്രദേശത്ത് വെച്ച് തന്റെ ശരീരം കൊണ്ട് തനിക്ക് തിരിയാൻ സാധിക്കില്ല എന്ന് ജോണിന് 100% ഉറപ്പായിരുന്നു. തിരിയാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ജോൺ തീരുമാനിക്കുകയാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. ഒന്നെങ്കിൽ അവിടെ തിരിയാനുള്ള സ്പേസ് കാണും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പല ഗുഹകളുടെയും ഒരു രൂപഘടന എന്ന് പറയുന്നത് ചെറിയ നാരോ പാസേജിലൂടെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം വലിയൊരു ഓപ്പണിംഗ് കാണും. അങ്ങനത്തെ ഒരു ഓപ്പണിംഗിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നേ വരെ ആരും കടന്നില്ലാത്ത പ്രദേശത്തേക്ക്, അതായത് മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമായിട്ടുള്ള തീരുമാനമായിരുന്നു അത്. എന്തായാലും ജോൺ വീണ്ടും മുമ്പോട്ട് നീങ്ങുകയാണ്. മുമ്പോട്ട് നീങ്ങുന്തോറും ആ പാസേജ് വീണ്ടും വീണ്ടും ഇടിഞ്ഞു വരുന്നതായിട്ടാണ് ജോണിന് കാണുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാസേജ് എന്ന് പറയുമ്പോൾ ഗുഹയുടെ ഒരു ഘടന എന്ന് പറയുമ്പോൾ നേരെ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുകയല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനത്തെ 90 ഡിഗ്രി തിരിവ് വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് താഴത്തോട്ടാണ്. അതായത് ജോൺ തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയും വേണം, അതോടൊപ്പം തൻ്റെ ശരീരത്തെ ഭിത്തിയിൽ, അതായത് മുമ്പിലുള്ള കല്ലുകളിൽ വെച്ചിട്ട് താങ്ങി നിർത്തുകയും വേണം. 90 കിലോയുള്ള ശരീരം ഇങ്ങനെ സ്ലോപ്പിൽ, അതായത് നല്ലൊരു ഇറക്കത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ജോൺ ആകട്ടെ ഇതിൻ്റെ അറ്റത്ത് കൈവച്ച് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ കുറച്ചൊരു ചരിഞ്ഞ സ്ലോപ്പിൽ കിടക്കുവാണെങ്കിൽ താഴത്ത് ഇങ്ങനെ കൈയും കുത്തി കിടക്കണ്ട. ഈ ഒരു അവസ്ഥയാണ് ജോണിന്. ജോൺ ആകപ്പാട് അൺകംഫോർട്ടബിൾ ആകുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. തിരിച്ചു പോകാൻ ഒരിക്കലും സാധിക്കില്ല, പുറകോട്ട് പുഷ് ചെയ്യാൻ സാധിക്കില്ല, കാരണം പുറകിലോട്ട് കയറ്റമാണ്. കൈകൊണ്ട് പുറകോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ജോണിന് മനസ്സിലായി. ജോൺ നോക്കുമ്പോഴേക്കും തൻ്റെ ഹെഡ് ലാമ്പ് ഉണ്ടല്ലോ, ഹെഡ് ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ചെറിയൊരു ഹോള് പോലത്തെ ഒരു പ്രദേശം കാണുകയാണ്. അപ്പോൾ ജോൺ തീരുമാനിക്കുകയാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം, ഒരു പക്ഷേ ആ ഹോളിനപ്പുറം വലിയൊരു ഓപ്പണിംഗ് ആണെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ജോൺ തൻ്റെ സഹോദരനായിട്ടുള്ള ജോഷിനോട് പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക്, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാപ്പ് ആകും, വരണ്ടാന്ന് വിളിച്ച് പറയുന്നുണ്ട്. ജോഷ് അത് കേൾക്കുന്നുമുണ്ട്. ജോഷ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പക്ഷേ പിന്നീട് ഒരു കാര്യം സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ അവിടെ, അതായത് ഇത്രയും നേരം ഒരു പാസേജിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അല്ല ഒരു ഇടനാഴി അല്ലെങ്കിൽ ഒരു പാസേജ് എന്ന് തീർത്തും പറയാമായിരുന്നു. പക്ഷെ മുമ്പിലുള്ളത് ഒരു ഹോളാണ്, ദ്വാരം എന്ന് പറയത്തില്ലേ, ആ ഒരു ദ്വാരം മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിൽ കാണാൻ പറ്റുന്നത്. സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണിന്റെ ശരീരം ഈ ദ്വാരത്തിലേക്ക് പോവുകയാണ്. ഈ ദ്വാരത്തിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ ജോൺ ചിന്തിച്ചിരിക്കാം ആ ദ്വാരത്തിന്റെ അപ്പുറത്ത് വലിയൊരു ഓപ്പണിംഗ് കാണുമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൈ ഇങ്ങനെ കുത്തി നിൽക്കുമല്ലേ, കൈ പെട്ടെന്ന് തളർന്ന് കാണാം, അല്ലെങ്കിൽ സ്ലിപ്പായി പോയി കാണാം. എന്തായാലും സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണിന്റെ ശരീരമുണ്ടല്ലോ, ജോണിന്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഈ ഹോളിനകത്തേക്ക് പോവുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഇത്രയും നേരം വന്നത് തന്നെ ഇടുങ്ങിയ പാസേജാണ്, വളരെ കഷ്ടപ്പാടാണ്, നമ്മളൊക്കെ ആണെങ്കിൽ പേടിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥയാണ്. പക്ഷേ വീണ്ടും അദ്ദേഹം പോയിട്ടുള്ളൂ അതിനേക്കാളും ഇടുങ്ങിയ താഴത്തോട്ട്, അതായത് വലിയ താഴത്തോട്ട് നിൽക്കുന്ന ഒരു കുഴിയിലേക്കാണ്. ജോണിന്റെ കാൽമുട്ടിന്റെ അടിയിലേക്കുള്ള ഭാഗം മാത്രമേ പുറത്ത് കാണാൻ പറ്റത്തുള്ളൂ അവിടെ വന്ന് നോക്കുന്ന ഒരാൾക്ക്. അതായത് ഒരു ഗുഹ നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദ്വാരം നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഒരു തിമിംഗലം നമ്മളെ വിഴുങ്ങി നമ്മളുടെ കാല് മാത്രം പുറത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, അതുപോലുള്ള ഒരു വിഷ്വലായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു ദ്വാരം പൂർണ്ണമായിട്ടും വൃത്തത്തിലല്ല, ഒരു ഏകദേശം റെക്ടാങ്കിൾ എന്ന് വിളിച്ച് നമ്മൾ അതിന്റെ അളവുകൾ പറയുവാണെങ്കിൽ 18 ഇഞ്ചും 10 ഇഞ്ചും, അതായത് നീളവും വീതിയും കൂടെ 18ഉം 10ഉം ആണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനേക്കാളും അത്രേ ഉള്ളൂ അതിൻ്റെ ആകപ്പാടെ ഉള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണ് ജോൺ തങ്ങി നിൽക്കുന്നത്. ജോൺ പെട്ടെന്ന് തന്നെ പലതരത്തിൽ ശ്രമിക്കുകയാണ്. ജോണിന് മനസ്സിലായി ഒരു രക്ഷയില്ല, കാരണം മുകളിലോട്ടാണ്, താഴത്തോട്ട് ഇങ്ങനെ കുത്തി 70 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്. ജോൺ പെട്ടെന്ന് തൻ്റെ സഹോദരൻ ജോഷിനെ വിളിക്കുകയാണ്, അപകടം പറ്റിയെന്ന് പറയുകയാണ്. ജോഷ് കഷ്ടപ്പെട്ട്, ജോഷ് ഇവിടെ എത്തി കേട്ടോ, നല്ലൊരു സഹോദരൻ അല്ലേ, എന്തുകൊണ്ടും ആ ഒരു കോർക്ക് സ്ക്രൂവും കടന്ന് ജോഷ് ഇവിടെ എത്തി. ജോണിൻ്റെ കാല് പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല. കാല് ഉയർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുറത്ത് നിന്ന് ഒരാളെ വലിക്കുന്ന പോലെയല്ല. ഈ ഗുഹയെ കിടന്നുകൊണ്ട് ഇങ്ങനെ കൈ പോലും, മുകളിൽ റൂഫല്ലേ, വലിക്കാൻ പറ്റില്ല. അപ്പോൾ ആകപ്പാടെ ജോഷും തളരുകയാണ്, ജോണ് ശ്രമിക്കുന്നുണ്ട്, രണ്ടുപേരും തളരുകയാണ്. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് തേടാമെന്നും പറഞ്ഞിട്ട് ജോഷ് തിരികെ പോരുകയാണ്. ജോഷ് തിരികെ പോരുമ്പോഴേക്കും ഈ ഗുഹയുടെ ഒരു എൻട്രൻസ് കവാടമുണ്ട്, 2 പേർക്ക് നേരെ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഈ ജോണിൻ്റെ ഇവരുടെ സുഹൃത്തുക്കൾ നിൽപ്പുണ്ട്. അവർ ജോണിനെ കംഫോർട്ട് ചെയ്യുന്നുണ്ട്, നീ പേടിക്കേണ്ട, ഇപ്പം തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് വരും, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങാൻ പോയിട്ട് ഭാര്യ മക്കളൊക്കെ കാണാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ജോൺ ആ സമയങ്ങളിലെല്ലാം മാക്സിമം കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൻ്റെ സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് രക്ഷാസംഘം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയാണ്. സൂസി മറ്റോള എന്ന് പറയുന്ന
ഒരു സ്ത്രീ, ആ റെസ്ക്യൂ ടീമിലുണ്ടായിരുന്ന സ്ത്രീയാണ് അകത്തേക്ക് പോയിട്ട് രക്ഷപ്പെടുത്താൻ പോകുന്നത്. അവരുടെ ഉയരം എന്ന് പറയുന്നത് 5 അടി 3 ഇഞ്ചാണ്, പ്രൊഫഷണൽ കേവറാണ്. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ട് കോർക്ക് സ്ക്രൂ ഒക്കെ താണ്ടി ഈ ജോണിന്റെ അടുക്ക ചെല്ലുകയാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ജോണിന്റെ കാലിലേക്ക് ഈ റോപ്പ്, അതായത് കയറ് പോലത്തെ സെറ്റപ്പ് ഘടിപ്പിച്ച് പുറത്തുനിന്ന് വലിക്കുക എന്നുള്ളതാണ്. പുറത്തെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് അവിടെയുണ്ട്, അവിടുന്ന് പതുക്കെ വലിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഐഡിയ, ഈ സൂസിയുടെ ഐഡിയ എന്ന് പറയുന്നത്. അങ്ങനെ സൂസി മറ്റോള ജോണിന്റെ കാലിൽ ഈ ഒരു വെബ്, അതായത് ആ ഒരു കയറുകൾ പിടിപ്പിക്കുകയാണ്. എന്നിട്ട് പതുക്കെ വലിച്ച് നോക്കിയാണ്. അവിടുന്ന് ആൾക്കാർ വലിക്കുന്നുണ്ട് പുറത്തുനിന്ന്. പക്ഷേ ഒരുപാട് തവണ കഷ്ടപ്പെട്ട് ശ്രമിച്ചെങ്കിലും ഇതെല്ലാം വിഫലമായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കൈ ഇത്രയും പൊക്കാൻ പറ്റാത്ത ഒരു കേവ്, അതായത് ഇടുങ്ങിയ പാതയുടെ അകത്ത് നിന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊന്ന് കഷ്ടിച്ചൊന്ന് കൈ ഇങ്ങനെ ഉയർത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലും ഇത് വിഫലമായി പോവുകയാണ്. അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഒരു പുള്ളി സിസ്റ്റം കൊണ്ടുവരാം. അതായത് പുറത്തുനിന്ന് ഒരു പുള്ളി പോലത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ച് ചെയിനും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരത്ത് ഘടിപ്പിച്ചിട്ട് പതുക്കെ ഒരു പുള്ളിയുടെ സഹായത്തോടെ വലിക്കാം. കൈകൊണ്ട് വലിച്ചാൽ പോരില്ല എന്ന് മനസ്സിലാക്കിയാണ്. പണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് 16 വയസ്സുകാരൻ പയ്യൻ ലോക്കായപ്പോഴും ഒരു പുള്ളി സിസ്റ്റമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുള്ളി സിസ്റ്റം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു എക്യുപ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിലും ഇതെല്ലാം താണ്ടി, ഗുഹ താണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് മണിക്കൂറുകളും വേണ്ടി വന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ, അതായത് ഈ പുള്ളി സിസ്റ്റം കൊണ്ടുവന്ന് അവിടെ പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ടൈം എടുക്കും. ഈ സമയത്ത് തൻ്റെ സുഹൃത്തുക്കൾ, ജോണിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ അവനെ ദൂരത്ത് നിന്ന് ശബ്ദത്തിലൂടെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അവർ പുള്ളി സിസ്റ്റം ഘടിപ്പിക്കാൻ പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവനെ ആശ്വസിപ്പിച്ച് അവനെ കംഫോർട്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, ജോൺ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് ഇത്രയും ആംഗിളിൽ 70 ഡിഗ്രി ആംഗിളിൽ കൈയും കുത്തിയാണ് നിൽക്കുന്നത്. നമ്മളുടെ മനുഷ്യ ശരീരത്തിന് ഒരുപാട് നേരം ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. നമ്മുടെ ശരീരത്തിലെ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ പ്രഷർ പൾസസ് ആണ് ഹൃദയത്തിൽ നിന്നും ബ്ലഡിനെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്, പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് തിരികെ പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വാൾവ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നതല്ലേ. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിലൂടെ, ഞാൻ ആ മെക്കാനിസത്തിലേക്ക് അധികം കടക്കുന്നില്ല, എന്തായാലും നമ്മളുടെ ഹൃദയവും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവും ഒക്കെ പ്രവർത്തിക്കുന്നത് വളരെ കോംപ്ലക്സ് മെക്കാനിസത്തിലൂടെയാണ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെയാണ് പ്രഷറും ഗ്രാവിറ്റിയെ നമ്മളുടെ ശരീരം ബാലൻസ് ചെയ്യുന്നത്, അല്ലേ? കൃത്യമായിട്ട് പ്രഷറിനെയും ഗ്രാവിറ്റിയും ബാലൻസ്ഡ് ആണ്. പക്ഷെ ഈ ഒരു പൊസിഷനിൽ ആ ഒരു ബാലൻസ് തെറ്റുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്ന കാരണം തലയിലേക്കുള്ള ഫ്ലൂയിഡ് പ്രഷർ ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താങ്ങാൻ പറ്റുന്ന ഒരു പാകത്തിനായിരുന്നില്ല. അതോടൊപ്പം തന്നെ ലങ്സിലും ഈ ഫ്ലൂയിഡ് വന്ന് വലിയ പ്രഷർ ചെലുത്തുകയാണ്. അപ്പോൾ ടോക്സിൻസ് അവിടെ വന്ന് അടിയുകയാണ്. അങ്ങനെ ഈ ഒരു പൊസിഷനിൽ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു പൊസിഷനിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചു നേരം തന്നെ തല കുനിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ തലയിലേക്ക് എന്തോ പ്രഷർ വരുന്ന പോലെ തോന്നും, അല്ലേ? അപ്പോൾ ആകെപ്പാടെ ഇവിടുത്തെ ശാരീരിക അവസ്ഥകൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അല്ല ജോണിൻ്റെ മനോധൈര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. തലയിലേക്ക് പ്രഷർ അടിഞ്ഞടിഞ്ഞു കൂടിയാണ്, ടോക്സിൻസ് അടിഞ്ഞു കൂടിയാണ്. മാത്രമല്ല കൃത്യമായിട്ട് ശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വാരിയെല്ലാം ഉണ്ടല്ലോ ശക്തിയായിട്ട് ഞെരിഞ്ഞിട്ട് ലങ്സിൽ ഇങ്ങനെ തറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞെരിഞ്ഞമർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫുൾ ബ്രീത്ത് എടുക്കാൻ പോലും ജോൺസിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേവിങ്ങിൻ്റെ അകത്താണെങ്കിൽ, അതായത് മറ്റൊരു പാസേജിൻ്റെ അകത്താണെങ്കിൽ അവർക്ക് വേറെ ഗ്യാപ്പിലേക്ക് പോയിട്ടൊരു ഫുള്ള് ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പൊക്കെ കണ്ടുപിടിക്കാനേ ഉള്ളൂ. പക്ഷേ ജോണിനെ സംബന്ധിച്ച് ആ ഒരു അവസരം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം നിൽക്കുന്ന പൊസിഷനും അദ്ദേഹം നിൽക്കുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒന്നായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ജോണിൻ്റെ ശാരീരിക അവസ്ഥ വളരെ ഗുരുതരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. തലയിൽ പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു തീവ്രമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥത മൂലം ജോൺ ആകപ്പാടെ ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം ഹാലൂസിനേറ്റ് ചെയ്യുകയായിരുന്നു, പിച്ചും പേയും പറയാൻ തുടങ്ങിയാണ്. വിഗറസ് ആയിട്ട് പുറത്ത് കാലുകൾ മാത്രമേ കാണത്തുള്ളൂ, കാലുകളിട്ട് അടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ടീമിന് അവിടുന്ന് കാണാം, പക്ഷെ മറ്റേ പുള്ളി സിസ്റ്റം ഘടിപ്പിക്കാനുള്ള തന്ത്രപ്പാട്ടിലാണ് അവർ. അങ്ങനെ പുള്ളി സിസ്റ്റത്തിന്റെ വർക്ക് നടത്താൻ പോകുന്നത് സൂസി ആയിരുന്നില്ല, മറിച്ച് റയാൻ ഷെർട്സ് എന്ന് പറയുന്ന മറ്റൊരു രക്ഷാപ്രവർത്തകനായിരുന്നു. അങ്ങനെ റയാൻ ഷെർട്സ് അവിടെ എത്തുകയാണ്. ഈ ഒരു സമയത്ത് ജോണിനെ അവർ എണീപ്പിച്ച് തന്നെ, അതായത് ബോധം പോകരുത്, എണീപ്പിച്ച് നിർത്താനുള്ള എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു ടെലികോം സിസ്റ്റം, അതായത് ഒരു ഫോണിൻ്റെ വയർ കേബിളൊക്കെ കണക്ട് ചെയ്ത് ജോണും തൻ്റെ ഭാര്യയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് ആകുമ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താമെന്നൊക്കെ ജോൺ പറയുകയാണ്. എന്തായാലും റയാൻ ഷെർട്സ്, രക്ഷാപ്രവർത്തകൻ റയാൻ ഷെർട്സ് വന്ന് ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ബെൽറ്റ് ഈ കാലിൽ ഘടിപ്പിക്കുകയാണ്. അങ്ങനെ കാലിൽ ഘടിപ്പിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഈ ജോണിൻ്റെ കാല് കുറച്ച് മുകളിലേക്കാക്കിയാണ്. അങ്ങനെ മുകളിലേക്കാക്കിയ അവസ്ഥയിൽ ഈ റയാന് ജോണിന്റെ കണ്ണ് കാണാൻ പറ്റും. ഒരു ഐ കോണ്ടാക്ട് ആദ്യമായിട്ടാണ് അപ്പോഴാണ് കിട്ടുന്നത്. എന്തായാലും റയാൻ വെള്ളത്തിന്റെ ഒരു ട്യൂബ് ജോൺ ഇട്ട് കൊടുക്കുകയാണ്. അതിലൂടെ ജോൺ വെള്ളം കുടിക്കുകയാണ്. വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങിയാണ്.
പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് മുകളിലേക്ക് വലിച്ചുയർത്തണമെങ്കിൽ മുകളിലൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ മുകളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കാല് കുറച്ച് വലിച്ചുയർത്തി, അപ്പോഴാണ് റയാന് കാണാൻ പറ്റിയത്. പക്ഷേ ഈ കാല് പോയി ഇടിച്ചത് എവിടെയാണ്? മുകളിലുള്ള ഭിത്തിയിലാണ്. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് പുറത്തെത്തിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ജോൺ ഒരു ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ജോണിന് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അദ്ദേഹം കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കാല് തന്ത്രപരമായിട്ട് വളച്ച് പുറത്തെത്തിക്കാൻ പറ്റും. പക്ഷേ ജോൺ അവസ്ഥയിലായിരുന്നില്ല. അദ്ദേഹം ബോധം തീർത്തും മറഞ്ഞു എന്ന് പറയാം. പിച്ചും വേഗം പറയുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായനായിട്ടുള്ള, കൈയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കൈയൊക്കെ കംപ്ലീറ്റ് സ്റ്റക്കാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ജോൺ ഉള്ളത്. അപ്പോൾ ഈ കാല് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഈ മുകളിൽ ആണെങ്കിൽ ഇവിടെ ഗുഹ, കാല് ഇങ്ങനെ മുകളിലും തട്ടുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരിങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? അവസാനം ഇവരൊരു കാര്യം തീരുമാനിക്കുകയാണ്, കാലൊടിച്ച് പുറത്തെടുത്താലോ, നല്ലത് വേറെ വഴിയില്ല. അത് തീരുമാനിക്കുകയാണ് ഇവർ. പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ ജോൺ ആ ഗുഹയിൽ അകപ്പെട്ടിട്ട് ഇതിനോടകം എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു പോയെന്നറിയാവോ? ഞാൻ ഈ സമയം പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ദിവസത്തിൻ്റെ ഒരു കണക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, ഈ ഒരു സമയമായപ്പോഴേക്കും 19 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 19 മണിക്കൂറായിട്ട് ഇദ്ദേഹം ആ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തലയിലുള്ള പ്രഷറും അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ കംപ്ലീറ്റ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ടോട്ടലി അപ്പോൾ ഒരു അബോധാവസ്ഥയിൽ എത്തിച്ചേർന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ റയാൻ ബാക്കി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് പുള്ളി വലിക്കുന്നതല്ലാണ്ട് കാല് പുറത്തോട്ട് പോകില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കാലൊടിച്ചോ മടക്കിയോ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ പുള്ളിയുടെ ബെൽറ്റ് റയാൻ്റെ മുഖത്ത് ശക്തമായിട്ട് അടിച്ചു കൊള്ളുകയാണ്. പുറത്തു വന്നപ്പോഴേക്കും റയാന് മുഖത്ത് ചോരയൊലിപ്പിച്ച വന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടും മുഖവും ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റയാന് വീണ്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ വീണ്ടും അടുത്ത രക്ഷാപ്രവർത്തനത്തിന് പോയത് റയാൻ്റെ പിതാവാണ്, അച്ഛനാണ് പോയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ പേര് ബ്രാൻഡൻ കോൾസ് എന്നാണ്. ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയത്, അതായത് റയാൻ ആ ഒരു പുള്ളി സിസ്റ്റം മുഖത്തടിച്ച് അവിടെ നിന്ന് പോയല്ലോ. അപ്പോൾ അത് പൊട്ടി ഈ ഒരു ജോൺ വീണ്ടും ആ കുഴിയിലേക്ക് പോവുകയാണ്. അതായത് നേരത്തെ അദ്ദേഹത്തിന്റെ മുഖം കാണായിരുന്നു, കാലുകൾ പുറത്ത് കുറച്ചെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും താഴത്തേക്ക് അപ്പാടെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും റയാന്റെ പിതാവ് ബ്രാൻഡൻ കോൾസ് തന്ത്രപരമായിട്ട് അവിടെ എത്തുകയാണ്. അദ്ദേഹവും വലിയൊരു കേവറായിരുന്നു, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേവറാണ്. നമ്മൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ രക്ഷാദൗത്യ സംഘം അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ബ്രാൻഡൻ അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുകയാണ്. അതായത് ഇദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല. നേരത്തെ ഇദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. അപ്പോൾ റെസ്പോൺസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നേരത്തെ ഇദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വലിയ ശ്വാസമായിരുന്നു. അതായത് കുറച്ച് മാത്രമേ ലങ്സ് ശ്വാസം എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ദീർഘമായിട്ടുള്ള ആ ഒരു ശബ്ദം കേൾപ്പിക്കുന്ന ശ്വാസമായിരുന്നു. ഒരു തരത്തിലുമുള്ള ശബ്ദം കേൾക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലിന്റെ അവസ്ഥ നോക്കുമ്പോഴേക്കും കരിവാളിക്കുക നമ്മൾ പറയും, ഒരു നീല കളറായിട്ട്, രക്തയോട്ടമൊന്നും ഇല്ല, കംപ്ലീറ്റ് താഴത്തോട്ടാണ് കിടക്കുന്നത്. രക്തയോട്ടമൊക്കെ നിലച്ച് കാലുകൾ കംപ്ലീറ്റ് മരവിച്ചുകൊണ്ട് അവിടെ ഒരു തരത്തിലുള്ള നാഡീവ്യൂഹങ്ങൾ തൊട്ട് നോക്കുമ്പോൾ ഒരു പൾസ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടെ മറ്റേ ടെലിഫോൺ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, ടെലികോം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ അദ്ദേഹം പറയുന്നു താൻ ഭാര്യയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരാമെന്നാണ്, അല്ലാതെ ഭാര്യയുടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പക്ഷേ ഈ ബ്രാൻഡൻ സംശയം വരികയാണ്, ജോണിന് ജീവനുണ്ടോ, ജോൺ മരിച്ചുപോയോ എന്നൊരു സംശയം ഇദ്ദേഹത്തിന് തോന്നി. കാരണം ശ്വാസം എടുക്കുന്നില്ല, ശ്വാസത്തിൽ നിന്നായിരുന്നു ജോൺ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞത്, ആ ഒരു അബോധാവസ്ഥയിൽ പോലും. അങ്ങനെ ബ്രാൻഡൻ വീണ്ടും പുറത്തെത്തുകയാണ്. എന്നിട്ടൊരു മെഡിക്കൽ സംഘത്തിന്റെ അസിസ്റ്റൻസ് തേടാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കേവിങ്ങിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പാരാമെഡിക്കിനെ അദ്ദേഹം അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെ പാരാമെഡിക്കും അങ്ങോട്ട് പോയി അദ്ദേഹം പലതരത്തിലും ആകാവുന്ന തരത്തിലെല്ലാം അദ്ദേഹത്തിന് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ജോൺ ജോൺസ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ 25 തീയതി ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ടാണ് ജോണിൻ്റെ മരണം ഔദ്യോഗികമായിട്ട് ആ മെഡിക്കൽ സംഘം സ്ഥിരീകരിക്കുന്നത്. അതായത് ഏകദേശം 25 മണിക്കൂറിലധികമായിട്ട് ജോൺ ആ ഒരു പൊസിഷനിൽ, ആ ഒരു ഗുഹയുടെ അകത്താണ്. ഒരു മനുഷ്യനും അത്രയും താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഇവർക്കറിയാം, ഇവർ പ്രൊഫഷണൽസ് ആണ്. ഇവർ ചിന്തിച്ചത് ഇതിന്റെ, അതായത് വളരെ വേഗത്തിൽ ആൾക്കാർ മരിച്ചു പോകും അങ്ങനത്തെ ഒരു പൊസിഷനിൽ. എന്തായാലും ജോൺ അതിനേക്കാളും 3 ഇരട്ടിയോളം സമയം അവിടെ ജീവനോടെ സർവൈവ് ചെയ്യണം. അത് തന്നെ വലിയൊരു അത്ഭുതമാണെന്നാണ് ആ രക്ഷാദൗത്യ സംഘം പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ആ രക്ഷാദൗത്യ സംഘത്തിന്റെ വലിയൊരു എഫോർട്ടാണ്. അവർ തൻ്റെ ജീവൻ പണയപ്പെടുത്തി. ഇപ്പോൾ ഇത് വിവരിക്കുമ്പോൾ ആ ഗുഹയുടെ അകത്ത് എത്ര ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കാമല്ലോ അല്ലേ? ഈ ആരും പോകാത്ത സ്ഥലങ്ങളിലേക്ക് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അവർ എത്രത്തോളം പ്രയത്നിച്ചു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എന്തായാലും പുറത്ത് ഈ ടീം ഫാമിലിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ജോണിൻ്റെ മൃതദേഹം അകത്ത് തന്നെയാണല്ലേ, പക്ഷേ മൃതദേഹം പോലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പുറത്തുള്ള ഫാമിലിക്കും അത് മനസ്സിലായി, അല്ലെങ്കിൽ അവരൊരിക്കലും അങ്ങനെ പറയത്തില്ല. അപ്പോൾ ഫാമിലിയും ഇവരെല്ലാം കൂടെ തീരുമാനിച്ചൊരു കാര്യമാണ്, ജോൺ അവിടെ തന്നെ വിശ്രമിക്കട്ടെ, അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ ഒരു പ്രദേശം പിന്നീട് അറിയപ്പെട്ടിരുന്നത് എഡ്സ് പുഷ് സെക്ഷൻ എന്നുള്ളതാണ്. എന്തായാലും ജോൺ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്.
പുറത്ത് തൻ്റെ കുടുംബം, തൻ്റെ സ്നേഹന്തിയായിട്ടുള്ള ഭാര്യ, 1 വയസ്സുള്ള മകള്, അതോടൊപ്പം ആ ഒരു വൈഫിൻ്റെ വയറ്റിൽ വളരുന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മ എന്ത് പറയും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ. അവരുടെയൊക്കെ ഇൻ്റർവ്യൂ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും പിന്നീട് അവിടുത്തെ അതോറിറ്റി ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഹ അതിൻ്റെ പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മറവ് ചെയ്യണം, ആർക്കും അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ. തീർത്തും നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ജീവൻ അപകടത്തിലാകും, ഒരുപാട് രക്ഷാദൗത്യ സംഘത്തിൻ്റെ ജീവനും അപകടമാണ്. അതുകൊണ്ട് എന്തായാലും അവർ മറവ് ചെയ്തു. ആ ഒരു പ്രദേശത്ത് ജോണിൻ്റെ പേരിലുള്ള ഒരു ഫലകം സ്ഥാപിക്കുകയാണ്. ജോൺ ജോൺസ് ജനനം മരണം എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുമല്ലോ, അങ്ങനെ സ്ഥാപിക്കുകയാണ്. എന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസാന നിമിഷങ്ങൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത്? തൻ്റെ ഭാര്യയെയും കുട്ടിയെയും അതോടൊപ്പം ജനിക്കാനിരിക്കുന്ന കുട്ടിയൊക്കെ ഒന്ന് ഓമനിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകത്തില്ലേ? തിരിച്ച് വരുമ്പോഴേക്കും വീരസാഹസിക കഥകളായിട്ട് ഒരു തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറയാനൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകത്തില്ലേ? എന്തൊക്കെയായിരിക്കാം ചിന്തിച്ചിട്ടുള്ളത്? ആർക്കും അറിയില്ല. ദ ലാസ്റ്റ് ഡിസെൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ സംഭവമാണ് ആ സിനിമ കാണിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നിങ്ങൾ വീഡിയോയിൽ കേട്ടതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഒരു സിനിമയായിട്ട് കണ്ട് അറിയുമ്പോഴാണല്ലോ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുക. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെ ചിന്തകളെ പറ്റിയിട്ടാണ്. 24 മണിക്കൂറോളം അദ്ദേഹം ജീവന് വേണ്ടി പോരാടി. അപ്പോൾ റെസ്ക്യൂവേഴ്സ്, ആ ഒരു മെഡിക്കൽ സംഘം പറഞ്ഞത് ഒരു മനുഷ്യൻ ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നതിനേക്കാളും 3 ഇരട്ടിയോളം സമയം അദ്ദേഹം അവിടെ പിടിച്ചു നിന്നു ജീവനോടെ. പക്ഷേ രക്ഷിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കാലൊക്കെ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് അറുത്ത് മുറിച്ച് മാറ്റിയിട്ട് അങ്ങനത്തെയൊക്കെ പ്ലാനിങ്ങിലേക്ക് അവർ പോയേനെ. പക്ഷേ അതിനെല്ലാം സമയമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന രക്ഷാപ്രവർത്തനമല്ല, അതിൻ്റെ അകത്ത് അവരെത്തണം. ഒരു വ്യക്തി അതിൻ്റെ അകത്ത് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് പാടാണ്. ഒരു വസ്തു അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത്രയും പാടാണ്. ഒരാൾക്ക് കഷ്ടിച്ചെഴിഞ്ഞു പോകാൻ പറ്റുന്നൊരു പ്രദേശമാണ്. അതിൻ്റെ എല്ലാം പരിമിതികളുണ്ട്. പക്ഷേ അവരെ കൊണ്ടാകുന്നതിന് പരമാവധി അവർ ശ്രമിച്ചു. ജീവൻ പണയം വെച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥമായിട്ട് അവർ ജീവൻ പണയം വെച്ചത് അല്ലേ? അതിൽ കയറിയിട്ടുള്ള 2 റെസ്ക്യൂവേഴ്സിന് മൊത്തം പാടായി. അവിടെ നിൽക്കാൻ പറ്റാത്ത അവർ പുറത്തോട്ടിറങ്ങിപ്പോയി. കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു. എന്തായാലും വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള കഥയായിപ്പോയി. ഒരുപക്ഷെ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് ജോൺ രക്ഷപ്പെടുമെന്നായിരിക്കുമല്ല. ഞാനും ഈ കഥ വായിച്ചു തുടങ്ങിയപ്പോൾ അതായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യകരം. ഇനി ആർക്കും എന്തായാലും അവിടെ സംഭവിക്കില്ല. കാരണം അത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ഇട്ട് മൂടി. വളരെ നല്ല കാര്യമെന്നേ പറയാനുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.